നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഇറാൻ കത്തിയെറിയാൻ ഇനി മണിക്കൂറുകൾ മാത്രം. ഇതാ ഇറാൻ ആകാശത്ത് ഭയപ്പെടുത്തുന്ന പോർജെറ്റുകൾ. ടെഹ്റാനിൽ നിരന്തരം വൻ സ്ഫോടന ശബ്ദമാണ് കേൾക്കുന്നത്. ആകാശത്ത് യുദ്ധവിമാനങ്ങൾ നിറയുന്നു. ട്രംപിൻ്റെ അന്ത്യശാസനം അടുത്തിരിക്കെ താനും 140 ലക്ഷം വരുന്ന ഇറാനിയൻ ജനതയും രാജ്യത്തിന് വേണ്ടി ജീവൻ വെടിയാൻ തയ്യാറായി നിൽക്കുന്നു എന്ന് മസൂദ് പെസഷ്കിയാൻ പറയുന്നു. ജനങ്ങൾ ട്രെയിൻ യാത്ര ഒഴിവാക്കണം, ജീവന് ഭീഷണിയുണ്ട്. ഇറാനികൾക്ക് മുന്നറിയിപ്പ് നൽകി ഇസ്രയേൽ. ഇറാൻ ആകാശം ഇസ്രയേലിൻ്റെയും അമേരിക്കയുടെയും യുദ്ധവിമാനങ്ങൾ കൊണ്ട് നിറയുന്നുവെന്നാണ് അൽ ജസീറ നൽകുന്ന റിപ്പോർട്ട്. ആക്രമണ ഭീഷണി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ സൗദി അറേബ്യയും ബഹ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന കിങ് ഫഹദ് കോസ്വേ വഴിയുള്ള വാഹന ഗതാഗതം താൽക്കാലികമായി തുറന്നു. നേരത്തെ കോസ്വേ അടച്ചുപൂട്ടിയിരുന്നു. ബഹ്റിനെ അറേബ്യൻ ഉപദ്വീപുമായി കരമാർഗം ബന്ധിപ്പിക്കുന്ന ഏക വഴിയാണ് 25 കിലോമീറ്റർ ദൈർഘ്യമുള്ള കിങ് ഫഹദ് കോസ്വേ. പ്രാദേശിക സമയം രാത്രി 9 മണി വരെ ട്രെയിൻ യാത്രകൾ ഒഴിവാക്കണമെന്നാണ് ഇറാനികളോട് ഇസ്രയേൽ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഇത് നിങ്ങളുടെ ജീവന ഭീഷണിയാണ്. കനത്ത പുതിയ ആക്രമണങ്ങൾക്ക് ഇസ്രയേൽ പദ്ധതിയിടുന്നു. ഹോർമുസ് കടലിടുക്ക് തുറന്നില്ല എങ്കിൽ ഇറാനിലെ വൈദ്യുത നിലയങ്ങളും പാലങ്ങളും തകർക്കുമെന്ന US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ അന്ത്യശാസനമാണ് മുന്നിൽ. ഇറാനിലെ യുവജനങ്ങൾ, കായിക താരങ്ങൾ, സാംസ്കാരിക പ്രവർത്തകർ എന്നിവരോട് എത്രയും പെട്ടെന്ന് ഊർജ്ജ നിലയങ്ങൾക്ക് ചുറ്റും മനുഷ്യച്ചങ്ങല തീർക്കാൻ ഇറാൻ റവല്യൂഷണറി ഗാർഡ്സ് ആവശ്യപ്പെടുന്നു. നമ്മളെ കൊന്നിട്ട് വേണം നമ്മുടെ ഊർജ്ജ കേന്ദ്രങ്ങൾ അവർ തകർക്കാൻ. ഭ്രാന്തൻ സഹോദരങ്ങളെ, നിങ്ങൾ വിവേകം കാട്ടുവെന്നാണ് ട്രംപ് പറയുന്നത്. ഇറാൻ പോലൊരു വിശാലമായ രാഷ്ട്രം ഭീകരമായ മാനുഷിക ദുരന്തം നേരിടേണ്ടി വരുമെന്ന് ലോകം അവർക്ക് മുന്നറിയിപ്പ് നൽകുന്നു. ആളുകൾ ഭക്ഷണം കിട്ടാതെ ബുദ്ധിമുട്ടുമെന്നും ഏറ്റവും കിരാതമായ ജീവിത രീതിയിലേക്ക് അവർ പതിക്കുമെന്നും യുദ്ധവിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. വാഷിംഗ്ടൺ ഇസ്ലാമിക് റിപ്പബ്ലിക്കിൻ്റെ അവശ്യ അടിസ്ഥാന സൗകര്യങ്ങൾക്ക് നേരെ ലക്ഷ്യം വച്ചാൽ പാശ്ചാത്യർക്ക് ഭീകരാക്രമണങ്ങളുടെ ഒരു ഭീകരമായ തരംഗം പ്രതീക്ഷിക്കാം എന്ന മുന്നറിയിപ്പാണ് ഇറാൻ നൽകുന്നത്. ലോകം സാമ്പത്തിക അരാജകത്വത്തിലേക്ക് കൂപ്പുകുത്തുമെന്നും വിദഗ്ധർ പറയുന്നു. ട്രംപ് ഭീകരമായ ആക്രമണം അഴിച്ചുവിടാൻ ഉത്തരവ് നൽകിയിരിക്കുന്നത് പ്രാദേശിക സമയം ചൊവ്വാഴ്ച രാത്രി 8 മണിക്ക്. ഒരു കരാറിലെത്തിയില്ല എങ്കിൽ ഇറാനെ കാത്തിരിക്കുന്നത് ശിലായുഗത്തിന് സമാനമായ സാഹചര്യമെന്നാണ് ട്രംപ് വീണ്ടും പറയുന്നത്. ഒരു രാത്രി കൊണ്ട് ഒരു രാജ്യത്തെ തകർക്കാൻ ഞങ്ങൾക്ക് കഴിയും. ആ രാത്രി നാളെ രാത്രിയായിരിക്കാം. ഇറാനിലെ പവർ പ്ലാന്റുകൾ എങ്ങനെ സംരക്ഷിക്കണമെന്നറിയാതെ ഒരു വശത്ത് ഇറാൻ ഭരണകൂടം, മറുവശത്ത് ജനങ്ങളോട് പവർ പ്ലാന്റിന് ചുറ്റും മനുഷ്യച്ചങ്ങല തീർക്കാൻ ആവശ്യപ്പെടുന്ന അതിവിചിത്രമായ ഇറാൻ ഭരണകൂടത്തെയാണ് ലോകം കാണുന്നത്. ഭ്രാന്തൻ സഹോദരങ്ങളെ, നിങ്ങൾ കടലിടുക്ക് തുറക്കൂ. ഇതുപോലെയൊന്നും ഇനി ഇറാനിൽ ഉണ്ടാകില്ല, അല്ലെങ്കിൽ നിങ്ങൾ നരകത്തിൽ ജീവിക്കേണ്ടി വരും. ട്രംപിൻ്റെ ആവർത്തിച്ചുള്ള മുന്നറിയിപ്പുകൾക്ക് നേരെ ഇപ്പോഴും മുഖം തിരിച്ചു നിൽക്കുകയാണ് ഇറാൻ. ട്രംപ് ഒരു ഭ്രാന്തനെ പോലെ അലറുന്നുവെന്നാണ് ഡെമോക്രാറ്റുകൾ പരിഹസിക്കുന്നത്. യുദ്ധ കുറ്റകൃത്യങ്ങൾ നടത്തുമെന്ന് ട്രംപ് അവരെ ഭയപ്പെടുത്തുന്നു. വൈദ്യുതി നിലയങ്ങളുടെ നാശം രാജ്യത്തെ എല്ലാത്തിനെയും ബാധിക്കും. വെള്ളം ഒഴുകുന്നത് മുതൽ ആശുപത്രിയിലെ എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റുകൾ വരെ സ്തംഭിക്കും. 90 ദശലക്ഷം സാധാരണക്കാരുടെ ജീവിതം ദുസ്സഹമാകും. ഒരിക്കലും അവസാനിക്കാത്ത ദുരന്തങ്ങളിലേക്ക് അവർ പതിക്കും. ഭക്ഷ്യ ഉൽപ്പാദന വിതരണ ശൃംഖലകൾ തകരും. പട്ടിണി വ്യാപകമാകും. ഭക്ഷ്യക്ഷാമം പൊട്ടിപ്പുറപ്പെടും. വാട്ടർ പമ്പിംഗ് സ്റ്റേഷനുകൾ നിർത്തിവെക്കേണ്ടി വരും. ഇത് രോഗവ്യാപനത്തിന് കാരണമാകും. ബിസിനസ്സുകൾ അടച്ചുപൂട്ടും. വൻതോതിലുള്ള തൊഴിലില്ലായ്മ രൂക്ഷമാകും. സാധാരണക്കാർക്കുൾപ്പെടെ വൈദ്യുതി വിച്ഛേദിക്കപ്പെടും. പവർ പ്ലാന്റുകളും ഡീസൽ സ്റ്റേഷനുകളുമൊക്കെ തകർക്കുന്നത് ചില സൈനിക നേട്ടങ്ങളായി കരുതാം. എന്നാൽ അത് തൃപ്തിപ്പെടുത്താൻ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു പരീക്ഷണമാണ്. അമേരിക്കൻ ആക്രമണത്തിൻ്റെ അനന്തരഫലങ്ങൾ ഇറാന് മാത്രമല്ല ലോകത്തിന് തന്നെ വിനാശകരമാകുമെന്ന് ഇപ്പോൾ സൈനിക വിശകലന വിദഗ്ധർ പറയുന്നു. തങ്ങളുടെ പക്കലുള്ള ബാലിസ്റ്റിക് മിസൈൽ ശേഷിയും ഡ്രോണുകളും ഉപയോഗിച്ച് ഇറാൻ തിരിച്ചടിക്കുമെന്ന് വ്യക്തം. എന്നാൽ പ്രത്യാക്രമണം എത്ര ശക്തമായിരിക്കുമെന്ന് ഇപ്പോൾ പറയുക വയ്യ. ഗൾഫിലെ വാതക അടിസ്ഥാന സൗകര്യങ്ങൾക്കും ജലശുദ്ധീകരണ പ്ലാന്റുകൾക്കും നേരെ ഇറാൻ കടുത്ത ആക്രമണങ്ങൾക്ക് മുതിർന്നാൽ ഗൾഫ് മേഖലയൊട്ടാകെ ദുരന്തത്തിന് കാരണമാകും. ലോകാവസാന സമാനമാണ് ഇറാനിലെ അവസ്ഥ. ജനങ്ങൾ പരിഭ്രാന്തരാണ്. കഴിഞ്ഞ 6 ആഴ്ചകൾക്കുള്ളിൽ ഇറാനിയൻ ഇന്ത്യൻസുമായി ബന്ധമുള്ള വ്യക്തികളെ അല്ലെങ്കിൽ ഇറാനിയൻ ഇന്ത്യൻസ് റിക്രൂട്ട് ചെയ്യുന്നവരെ നിരവധിയാണ് ലണ്ടൻ തെരുവുകളിൽ നിന്ന് പിടികൂടിയത്. ഇവർ
ലണ്ടനിൽ മാത്രമല്ല യൂറോപ്പിലും അമേരിക്കയിലുമൊക്കെ തീവ്രവാദ ആക്രമണങ്ങൾക്ക് കോപ്പുകൂട്ടും. എത്ര കാലം ഇത് നമ്മുടെ യുദ്ധമല്ല എന്ന് പറഞ്ഞ് യുദ്ധത്തോട് മുഖം തിരിക്കാൻ യൂറോപ്യൻ യൂണിയന് കഴിയും? ഇറാന്റെ വൈദ്യുത നിലയങ്ങൾ തകർക്കുന്നത് വഴി ഹോർമുസ് കടലിടുക്ക് തുറക്കപ്പെടുമോ? ഇത്തരമൊരു സാഹചര്യത്തിലും ഇറാൻ അതിശക്തമായ സമ്മർദ്ദം തുടർന്നാൽ അത് അമേരിക്കയെ സംബന്ധിച്ച് കൂടുതൽ പരീക്ഷണത്തിന് കാരണമാകും. ഇറാനിലെ വൈദ്യുത നിലയങ്ങളും അടിസ്ഥാന സൗകര്യങ്ങളും നശിപ്പിക്കപ്പെടുന്നത് വഴി ഹോർമുസ് കടലിടുക്ക് എളുപ്പം തുറക്കാൻ അമേരിക്കയ്ക്ക് കഴിയുമോ? അതിശക്തമായ സൈനിക ശേഷി ഉപയോഗപ്പെടുത്തി അമേരിക്കയും ഇസ്രയേലും ഇറാനെ ചുട്ടരിക്കാനുള്ള ഒരുക്കങ്ങളാണ് ഇപ്പോൾ തുടരുന്നത്. ഒരുതരം റിയൽ എസ്റ്റേറ്റ് ഇടപാട് പോലെ ഇത്തരം യുദ്ധത്തെ ട്രംപ് കാണരുത് എന്നാണ് അമേരിക്കയിലെ ഒരു വിഭാഗം പറയുന്നത്. ട്രംപ് തന്റെ കൂട്ട ബോംബാക്രമണ ഭീഷണികൾ പാലിക്കുകയാണെങ്കിൽ നാളെ ഇറാൻകാരുടെ ശക്തി കൂടുക തന്നെ ചെയ്യും. അവരിൽ വാശി വിതറും. ഇറാനിൽ സംഭവിക്കുന്ന മാനുഷിക ദുരന്തത്തിന്റെ പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയാവാം? ഗൾഫ് മേഖലയിൽ ഒട്ടാകെ പടരുന്ന ആശങ്കയാണിത്. എത്രമാത്രം ഇത് ഗൾഫ് രാഷ്ട്രങ്ങളെ ബാധിക്കും? തിരിച്ചെടുക്കാനാവാത്ത വലിയ പ്രത്യാഘാതങ്ങൾക്ക് ഇത് ഇടവരുത്തുമെന്നാണ് യുദ്ധവിദഗ്ധർ പറയുന്നത്. എന്നാൽ തുടങ്ങിവെച്ച ഈ യുദ്ധം അവസാനിപ്പിച്ച് താൻ മടങ്ങൂ എന്ന വാശിയിലാണ് ട്രംപ്. സൗദി അറേബ്യ, ഖത്തർ, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ്, കുവൈറ്റ് എന്നീ രാജ്യങ്ങളിലെ എണ്ണപ്പാടങ്ങൾക്ക് നേരത്തെ ഇറാൻ മിസൈൽ ആക്രമണങ്ങൾക്ക് തുനിഞ്ഞിരുന്നു. ഇപ്പോൾ ഇറാനിലെ അടിസ്ഥാന സൗകര്യങ്ങൾ ആക്രമിച്ച് തകർക്കാനൊരുക്കുമ്പോൾ മറുവശത്ത് ഈ രാജ്യങ്ങളിലെ എണ്ണപ്പാടങ്ങൾക്ക് നേരെ ഇറാൻ മിസൈലുകൾ തൊടുക്കുമോ? ട്രംപിൻ്റെ സമയപരിധി അടുക്കുമ്പോൾ തൻ്റെയും തനിക്കൊപ്പമുള്ള 1.5 കോടി സൈന്യത്തിൻ്റെയും ജീവൻ ബലിയർപ്പിക്കാൻ തയ്യാറാണ് എന്ന് മസൂദ് പസഷ്കിയാൻ ആവർത്തിക്കുന്നു. അതിശക്ത ആക്രമണ പരമ്പരയ്ക്ക് തുടക്കമിട്ടാൽ ഹിസ്ബുള്ളയിൽ നിന്ന് പ്രത്യാക്രമണങ്ങൾ ഉണ്ടാവരുത് എന്ന ബോധ്യത്തിലാണ് ഇപ്പോൾ ദമാസ്കസിലെ ഹിസ്ബുള്ള കേന്ദ്രങ്ങൾ അതിശക്തമായി ആക്രമിച്ച് തകർക്കുന്നത് ഇസ്രയേൽ. തെക്കൻ ലെബനനിൽ ഹിസ്ബുള്ള ഉപയോഗിക്കുന്ന മറ്റൊരു ലിഥാനി നദി പാലം IDF തകർത്തു. ലിറ്റാനി നദിയുടെ വടക്ക് നിന്ന് തെക്കോട്ടേക്ക് നീങ്ങാനും IDF സൈനികർക്കെതിരായ ഭീകരാക്രമണങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ആയുധങ്ങൾ, റോക്കറ്റുകൾ, ലോഞ്ചറുകൾ എന്നിവ കൈമാറാനും ഹിസ്ബുള്ള തീവ്രവാദികൾ ഉപയോഗിച്ചിരുന്ന മറ്റൊരു സെൻട്രൽ ക്രോസിംഗും ഇപ്പോൾ IDF ആക്രമിച്ച് തകർത്തു. ഇറാനെ പ്രതിരോധിക്കാൻ ജീവൻ ത്യജിക്കാൻ തയ്യാറാണെന്നറിയിച്ച് 1.5 കോടി ഇറാനികൾ മുന്നോട്ട് വന്നുവെന്നാണ് പെസഷ്കിയാൻ പറയുന്നത്. US സേനയെയും അവരുടെ സേനാ കേന്ദ്രങ്ങളെയും ആക്രമിക്കാൻ സഹായിക്കുന്നതിന് മിഡിൽ ഈസ്റ്റിൽ ഉടനീളമുള്ള സൈനിക സൗകര്യങ്ങളുടെ നിർണായക സ്ഥലങ്ങൾ ഉൾപ്പെടെയുള്ള വിവരങ്ങൾ റഷ്യൻ ഉപഗ്രഹങ്ങൾ ഇറാന് നൽകി എന്ന് യുക്രൈൻ ആരോപിക്കുന്നു. ബാലിസ്റ്റിക് മിസൈലുകൾക്കുള്ള വസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കുന്ന ഇറാന്റെ അവശേഷിക്കുന്ന ചുരുക്കം ചില പ്ലാന്റുകളിലൊന്ന് ആക്രമിച്ച് തകർത്തുവെന്നാണ് ഇപ്പോൾ IDF പറയുന്നത്. തങ്ങളുടെ ആക്രമണത്തിൻ്റെ ശക്തി കൂട്ടുന്നു. മറുവശത്ത് ഏറ്റവും ഭീകരമായ ആക്രമണങ്ങളിലേക്ക് അമേരിക്കയും ഇസ്രയേലും ഒരുമിച്ച് തിരിയുന്നു. ലോകത്തിന് നെഞ്ചെടുപ്പിന്റെ നിമിഷങ്ങൾ. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.